രാജീവ് ശുക്ല BCCI പ്രസിഡന്റാകും. നിലവിൽ പ്രസിഡന്റായ റോജർ ബിന്നിക്ക് ജൂലൈയിൽ 70 വയസ്സ് പൂർത്തിയാകുന്നതോടെയാണ് പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുക. തെരഞ്ഞെടുപ്പ് വരെ ആക്ടിംഗ് പ്രസിഡന്റായി രാജീവ് ശുക്ല തുടരും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, അങ്ങനെ രാജീവ് ശുക്ല ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടിഞ്ഞാൺ വഹിക്കുന്ന ഇടത്ത് അദ്ദേഹം തുടരും അല്ലേ? ഈ 70 വയസ്സ് താണ്ടാൻ പാടില്ല ഈ BCCIയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന ജൂലൈ 19 തീയതി 70 വയസ്സ് തികയുന്ന റോജർ ബിന്നിക്ക് പകരം ആക്ടിംഗ് പ്രസിഡന്റായി രാജീവ് ശുക്ല വരാൻ പോകുന്നത്. അദ്ദേഹം 3 മാസമായിരിക്കും ഈ ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ തുടരുക. അതിന് കാരണം സെപ്റ്റംബർ മാസത്തിലാണ് BCCIയുടെ ഒരു ആനുവൽ മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. ഈ മീറ്റിംഗിൽ വെച്ചായിരിക്കും ഒരു ഫുൾ ടൈം പ്രസിഡന്റ് അല്ലെങ്കിൽ അടുത്തത് ആര് പ്രസിഡന്റ് ആകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, തിരഞ്ഞെടുപ്പിലേക്ക് എല്ലാം തന്നെ പോവുക. അതുകൊണ്ട് ആ സെപ്റ്റംബർ വരെ അടുത്ത 3 മാസക്കാലം രാജീവ് ശുക്ല BCCI പ്രസിഡന്റായി ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ്. 2020 മുതൽ തന്നെ BCCIയുടെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2022 സൗരവ് ഗാംഗുലിക്ക് ശേഷം റോജർ ബിന്നി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് 70 വയസ്സ് പൂർത്തിയാവുകയാണ് ഈ ജൂലൈ 19. അതുകൊണ്ട് അദ്ദേഹം മാറി ആ സ്ഥാനത്തേക്ക് രാജീവ് ശുക്ല വരികയാണ്. ശരി.